R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ബിഗിനർ ഇൻവെസ്റ്റർ പലപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കും. അതുകൊണ്ട് അവർ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലുമൊക്കെ ലഭിക്കുന്ന ടിപ്സുകളെയാണ് സാധാരണ ആശ്രയിക്കുക. എന്നാൽ അങ്ങനെ ലഭിക്കുന്ന സ്റ്റോക്ക് സജഷൻസ് പലതും ഷോർട്ട് ടേം പ്രോഫിറ്റ് ലക്ഷ്യമാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് കാര്യമായി പരിഗണിക്കാതെയാണ് ഇത്തരം ടിപ്സുകൾ ലഭിക്കുക. ചിലപ്പോൾ ലാഭമുണ്ടായി എന്ന് വരാം. എന്നാൽ ഭൂരിഭാഗം സമയങ്ങളിലും ഒരു ബിഗിനർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോട് എന്നേക്കുമായി വിട പറയാൻ കാരണമാകുന്ന രീതിയിൽ നഷ്ടം സൃഷ്ടിക്കുന്ന ഏർപ്പാടാണ് ഇത്തരം ടിപ്സ് തേടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്. ഒരു ബിഗിനർക്ക് ആരെയും ആശ്രയിക്കാതെ ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റർ ആകാൻ സാധിക്കും. അതിന് ആദ്യമായി വേണ്ടത് ഒരു ലോങ് ടേം കാഴ്ചപ്പാടോടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരിക എന്നതാണ്. നിഫ്റ്റിയിലെ ശക്തമായ ചില സ്റ്റോക്കുകളിൽ ദീർഘകാലത്തേക്ക് ഘട്ടം ഘട്ടമായി ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊരു മൈൻഡ് സെറ്റോടുകൂടി ഏറ്റവും കുറഞ്ഞത് ഇൻവെസ്റ്റ് ചെയ്ത പണം ഒരു 5 വർഷം കൊണ്ട് ഇരട്ടിക്കും എന്നുള്ള ഒരു മിനിമം ടാർഗറ്റ് ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും നല്ലൊരു റിട്ടേൺ നമുക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ 4ആയി ഡിവൈഡ് ചെയ്യുക. 25,000 രൂപ വീതമുള്ള 4 ആയിട്ട് അതിനെ വിഭജിക്കുക. ആദ്യ 25,000-ൽ 5,000 രൂപ വീതം 5 സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക. ബാക്കി വരുന്ന 75,000 രൂപ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻട്രസ്റ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഫണ്ടുകളിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. നാം വാങ്ങിച്ച ഏതെങ്കിലും സ്റ്റോക്കിന്റെ വില 5% ഇടിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് 5,000 രൂപ വീണ്ടും നിക്ഷേപിക്കുക. അങ്ങനെ 5% ഓരോ ഇടിവിലും 5,000 രൂപ നിക്ഷേപിക്കുക. എന്നാൽ ഒരു സ്റ്റോക്കിൽ 20,000-ൽ കൂടുതൽ നിക്ഷേപിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 സ്റ്റോക്കുകളിൽ 20,000 വീതം നിക്ഷേപമായാൽ 1 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ടാകും. ഇവിടെ 1 ലക്ഷം എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അത് 5 ലക്ഷമാകാം, 10 ലക്ഷമാകാം, 50,000 ആകാം. എങ്ങനെയായാലും നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 4 ഘട്ടമായിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ 20%-ൽ കൂടുതൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞത് 5 വർഷം വരെയെങ്കിലും ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യും എന്ന ഒരു ഉറച്ച തീരുമാനവും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളിലേക്ക് വരാം. ഇവിടെ 5 സ്റ്റോക്ക് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 5 സ്റ്റോക്കുകൾ നിഫ്റ്റി 50-യിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ്. വളരെ പഴക്കം ചെന്ന പരമ്പരാഗതമായ ഒരു കമ്പനികളാണ്. ഈ സ്റ്റോക്കുകളിൽ ആവറേജ് ചെയ്യുന്നതിന് നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഓരോ ഡിപ്പിലും ബൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. അതായത് ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം 20% ആവറേജ് പ്രൈസ് ഗ്രോത്ത് നടന്ന സ്റ്റോക്കുകളാണിവ. അതായത് കഴിഞ്ഞ 5 വർഷം ഓരോ വർഷവും 20% വെച്ച് വളർന്ന സ്റ്റോക്കുകൾ. അത്തരം സ്റ്റോക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോക്കുകളിലേക്ക് പോകാം. വെറും ഒരു ടെക്സ്റ്റൈൽ ആൻഡ് പോളിസ്റ്റർ കമ്പനിയായി തുടങ്ങി പിന്നീട് എനർജി, ഓയിൽ, കെമിക്കൽ, റീറ്റെയിൽ, ഡിജിറ്റൽ, മെറ്റീരിയൽ, മീഡിയ തുടങ്ങി ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ സമസ്ത ജീവിത മേഖലകളിലും സ്പർശിക്കുന്ന വൻകിട കമ്പനിയായി വളർന്ന കഥയാണ് റിലയൻസിനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൈവറ്റ് കമ്പനിയും നിഫ്റ്റിയിൽ ഏറ്റവും അധികം വെയിറ്റേജുമുള്ള ഈ സ്റ്റോക്കാണ് നമ്മുടെ ആദ്യ സ്റ്റോക്ക്. റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ് 16,29,603 കോടിയാണ്. സ്റ്റോക്ക് PE 25.6 ആണ്. അതൊരു റീസണബിൾ PE ആണ്. ROCE 9.24, ROE 7.94, അതൊരു ആവറേജ് ആണ്. ഡെപ്റ്റ് ടു ഈക്വിറ്റി 0.40, അതൊരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ ആണ്. 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് 15% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റിലയൻസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിലയൻസിന്റെ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് പ്രൈസ് CAGR ഗ്രോത്ത് സ്റ്റോക്ക് പ്രൈസ് CAGR ഗ്രോത്ത് 22%.
ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടെക്നോളജി കമ്പനിയായ ഇൻഫോസിസ് ആണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക്. നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി, ഡിജിറ്റൽ സർവീസിലും IT ഔട്ട്സോഴ്സിംഗിലും ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലെയറായ ഇൻഫോസിസ് അതിന്റെ 80% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് നോർത്ത് അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നാണ്. ഇൻഫോസിസിന്റെ മാർക്കറ്റ് ക്യാപ്പ് 6,25,238 കോടിയാണ്. സ്റ്റോക്ക് PE 26.4 ആണ്. അത് റീസണബിൾ ആണ്. ROCE 37.1 ROE 29.0 അത് വളരെ അട്രാക്റ്റീവ് ആണ്. ഡെപ്റ്റ് ഈക്വിറ്റി സീറോ ഡെപ്റ്റ് കമ്പനിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 0.10% ആണ് ഇതിന്റെ ഡെപ്റ്റ് ഈക്വിറ്റി. 52 വീക്കിലെ ഹൈയിൽ നിന്ന് 21.6% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഇൻഫോസിസ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രൈസ് CAGR ഗ്രോത്ത് 21%. ഏഷ്യയിലെ തേർഡ് ലാർജസ്റ്റ് പെയിന്റ് മാനുഫാക്ചറായ, ലോകത്തിലെ തന്നെ 9th ലാർജസ്റ്റ് പെയിന്റ് സെഗ്മെന്റിലെ ലീഡറായ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പെയിന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ഏഷ്യൻ പെയിന്റ്സ് ആണ് നമ്മുടെ അടുത്ത സ്റ്റോക്ക്. 60 വിദേശ രാജ്യങ്ങളിൽ ഇതിന് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. കൂടാതെ 15 രാജ്യങ്ങളിൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും ഏഷ്യൻ പെയിന്റ്സിന് ഉണ്ട്. ഏഷ്യൻ പെയിന്റ്സിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2,74,767 കോടിയാണ്. ഇതിന്റെ സ്റ്റോക്ക് PE 71.9 ആണ്. കുറച്ച് ഓവർ വാല്യൂഡ് ആണ് എന്നർത്ഥം. ROCEയും ROEയും വളരെ അട്രാക്റ്റീവ് ആണ്. 29.7, 23.2 എന്നിങ്ങനെയാണ്. ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയായ ഏഷ്യൻ പെയിന്റ്സിന്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.13 ആണ്. 52 ആഴ്ചയിലെ ഹൈയിൽ നിന്ന് 20% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ഇതിന്റെ പ്രൈസ് CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 21%. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ബിസിനസ് ഗ്രൂപ്പായ ബജാജ് ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽ സർവീസസ് മേഖല കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ബജാജ് ഫിൻസർവ്. ബജാജ് ഫൈനാൻസിന്റെ മേജർ ഹോൾഡിംഗ് ഉള്ളത് ബജാജ് ഫിൻസർവിന്റെ കയ്യിലാണ്. മില്യൺ കണക്കിന് ശരാശരി ഇന്ത്യക്കാരുടെ ജനറൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് സൊല്യൂഷൻസ്, കൂടാതെ മണി ലെൻഡിംഗ്, കൂടാതെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ തുടങ്ങിയവയിൽ ഇങ്ങനെയുള്ള സർവ്വ ഫൈനാൻസ് മേഖലയിലും പടർന്നു നിൽക്കുന്ന ഒരു കമ്പനിയാണ് ബജാജ് ഫിൻസർവ്. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റോക്ക്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 2,19,936 കോടിയാണ്. സ്റ്റോക്ക് PE 36.7 ആണ്. കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. ROCEയും ROEയും ആവറേജ് ആണ്. 11-12%. ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ 4.22 ആണ്. ഇത് വളരെ കൂടുതലാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഒരു ഫൈനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റ് ഈക്വിറ്റി റേഷ്യോ എപ്പോഴും വളരെ ഹൈ ആയിരിക്കും. അത് ബാങ്കിങ് മേഖലയിലായാലും ഇങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും ഹൈയിൽ നിന്ന് 25% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ബജാജ് ഫിൻസർവ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രൈസ് CAGR ഗ്രോത്ത് 23%. ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രധാന സബ്സിഡിയറിയാണ് ടൈറ്റാൻ. ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡിംഗ് പൊസിഷനിലുള്ള ടൈറ്റാൻ വാച്ചസ്, ജ്വല്ലറി, ഐവെയർ തുടങ്ങിയ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ സെഗ്മെന്റിൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ സൃഷ്ടിച്ചിട്ട് മുന്നേറുന്ന ഒരു കമ്പനിയാണ് ടൈറ്റാൻ. വാച്ച് സെഗ്മെന്റിൽ 5th ലാർജസ്റ്റ് പ്ലെയറും ജ്വല്ലറി സെഗ്മെന്റിൽ അമേരിക്കയിലെ പ്രധാന മാർക്കറ്റ് പ്ലെയറും കൂടിയാണ് ടൈറ്റാൻ. ടൈറ്റാന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 2,13,375 കോടിയാണ്. സ്റ്റോക്ക് PE 69.6 ആണ്. അത് ഓവർ വാല്യൂഡ് ആണ്. ROCEയും ROEയും ആകർഷകമാണ്. 21.4%, 26.4%. ഡെപ്റ്റ് ഈക്വിറ്റി 0.75 ആണ്. അത് ഒരു മാനേജബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് ആണ്. ഡൗൺ ഫ്രം 52 വീക്ക് ഹൈ 13.9%. അതായത് ഇപ്പോൾ
13% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 24%. ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ 5 സ്റ്റോക്കുകൾ ഓരോ ഇൻവെസ്റ്റർക്കും സ്വന്തമായി ഏതൊരു വെബ്സൈറ്റിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. screener.in, ടിക്കറ്റ് ടേപ്പ് തുടങ്ങി ധാരാളം സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമുക്ക് നിഫ്റ്റി 50 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും അധികം വളർച്ച 5 വർഷം നേടിയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് അതിൽ നിക്ഷേപിക്കാം. കൂടാതെ സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തി അതിന്റെ ഫണ്ടമെന്റൽസുകൾ കൂടി പരിശോധിച്ച് അതിന്റെ ബിസിനസ് മോഡൽ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പഠനം എത്രമാത്രം നടത്തുന്നു അത്രമാത്രം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു ആൾക്കും ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്ററായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ജൈത്രയാത്ര നടത്താവുന്നതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണിത്. ഇവിടെ പറഞ്ഞ 5 സ്റ്റോക്കുകളിൽ വാങ്ങേണ്ട ക്വാണ്ടിറ്റിയുടെ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെറും ഒരു പഠന സാമഗ്രി അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റ് എന്നുള്ള രീതിയിൽ മാത്രം കണക്കാക്കുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ജേർണി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.